എനിക്ക് പബ്ലിക്കിലേക്ക് ഇറങ്ങുമ്പോ അപ്പൊ ഞാൻ കണ്ണടക്കി എനിക്ക് പേടിയാ. എനിക്ക് ആൾക്കാരെ ഡീൽ ചെയ്യാൻ ഭയങ്കര പ്രശ്നമാണ്. അന്ന് എനിക്ക് കോള് വന്നപ്പോൾ എന്നോട് പറഞ്ഞത് ഭദ്ര ട്രാവൽ ചെയ്യണം, ഇങ്ങനെ വിജയ് സേതുപതി തൃഷ അവരുടെ പടമാണെന്ന് മാത്രമേ വന്നത്. അതിന്റെ എക്സൈറ്റ്മെന്റിൽ ഞാൻ കയറി പാടിയതാണോ. എനിക്കൊരു കോള് വന്നു, ഹിഷാമാ വിളിക്കണേ. ഈ പാട്ട് ഓൾറെഡി ഹിറ്റ് ആയല്ലോ 96. അത് കഴിഞ്ഞിട്ടാണ്. അതെ. അപ്പം ഇങ്ങനെ എനിക്കൊരു വോയിസ് നോക്കാൻ വേണ്ടിയിട്ടാണ്, ഒരു പാട്ടുണ്ട്. അപ്പം ഹൃദയം പടത്തിലാണ്. അപ്പൊ അതിനകത്ത് അവസാനം സ്വരം വരുന്നുണ്ടല്ലോ, അത് ഞാൻ പാടിയതാ. അപ്പൊ അവിടെ സ്വരം വേണമെന്ന് പറഞ്ഞപ്പോ ഞാൻ പൾട്ടാ പാടി. അപ്പം വിനീതേട്ടന്റെ ഒരു ആക്ഷൻ യെസ്, അത് ഞാൻ കണ്ടപ്പോ തീരുമാനിച്ചേ ഈ പാട്ട് കൺഫേം ആയി. രാസയ്യോ പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പാട്ടാണ്. രാസയ്യോ എങ്ങനെയാ ഹിറ്റായി, എന്റെ ജീവിതം മാറ്റിമറിച്ച ഒരു പാട്ടാണ് രാസയ്യോ. അതിലൊരു പാട്ട് കിട്ടട്ടെ എന്നൊന്നും എനിക്ക് ആഗ്രഹമില്ല, ഞാൻ അത്യാഗ്രഹപ്പെടാറില്ല. ഞാൻ ആഗ്രഹിക്കും. കിട്ടിയാൽ നല്ലത് അത്ര. കാരണം ഈ ടോണിലുള്ള പാട്ടുകളാണെങ്കിൽ നല്ല രസമല്ല കിട്ടും. ഇപ്പൊ ഹാപ്പിനെസ് ആൻഡ് എന്താ പറയാ പീസ്, അതാണ് എനിക്ക് മുഖ്യം. വേറെ ഒന്നും മോർ ഇമ്പോർട്ടന്റ് എന്ന് പറഞ്ഞു. വെരി മച്ച്. എന്തൊരു സുഖം. കൊറേയൊക്കെ അതുകൊണ്ട് ആയിരിക്കും ഈ മാർക്കറ്റിങ്ങിന്റെ പുറകെ അധികം പോവില്ലാത്ത. എനിക്ക് പബ്ലിക്കിലേക്ക് ഇറങ്ങുമ്പോ അപ്പൊ ഞാൻ കണ്ണടക്കി എനിക്ക് പേടിയാ. എനിക്ക് ആൾക്കാരെ ഡീൽ ചെയ്യാൻ ഭയങ്കര പ്രശ്നമാണ്. കുറച്ചധികം. അത് മാറ്റിയെടുക്കണ്ടേ? പക്ഷെ സ്റ്റേജ് കയറുമ്പില്ല. അതെനിക്ക് മനസ്സിലാക്കിയ എന്റെ മുഖത്തൊക്കെ എന്നോട് പേര് പറഞ്ഞ എനിക്ക് പ്രശ്നം. നീ വിളിക്കുന്നവരുടെ പറയാം മുഖത്ത് നോക്കി പേര്. കൊറേ ഇത്രയും ഷോസ് ഒക്കെ ഹിന്ദി സോങ്സ് ഒക്കെ പാടുന്ന ആള് ഇത് പറയുമ്പോ പാടുന്ന സമയത്ത് വേറെ ആളാ, സംസാരിച്ച ആളുമാ. പേര് വിളിച്ചിട്ട് എന്റെ മുഖത്ത് നോക്കി. സാധാരണ പറയാറുണ്ട് ഏറ്റവും കൂടുതൽ ഹാപ്പിനെസ് കിട്ടണേ എന്താ, നമ്മൾ സ്റ്റേജിൽ നിൽക്കുമ്പോൾ ഒരാൾ നമ്മുടെ പേര് വിളിക്കുന്നത്. പക്ഷെ എനിക്ക് പേര് വിളിച്ചാൽ അതെന്താന്ന് എനിക്കറിയില്ല. എല്ലാരും നേരെ ഓപ്പോസിറ്റാ ഞാൻ. ഭയങ്കര റയറായിട്ടുള്ളൊരു എന്താ പറയാ, അറിയില്ല എന്താ. നമുക്ക് ആ പാട്ടിന്റെ ഒരു 4 വരിക്ക്. കൊഞ്ചും പൂരണമേ വാ നീ കൊഞ്ചും ഏഴിസയേ പഞ്ചവർണ്ണഭൂതം നെഞ്ചം നിറയതേ കാൺപതെല്ലാം കാതലടി കാതലേ കാതലേ തനി പെരുന്തുണയേ കൂടവാ കൂടവാ போதும் போதும் காதலே காதலே வாழ்வின் நீளம் போகலாம் போகவா நீ. ആ സ്റ്റോറി പറഞ്ഞു തന്നിരുന്നോ അത് പാടുമ്പോ? ഇല്ല. അപ്പൊ അങ്ങനെ ഫീലൊക്കെ അങ്ങനെ കൊടുത്ത് പാടി? അത് ഗോവിന്ദിന്റെ കഴിവാ ആണല്ലേ. പിന്നെ ഓൺലൈൻ പോലും പറഞ്ഞു തന്നിട്ടില്ല. ഒരു ലവ് സ്റ്റോറി എനിക്ക് ആക്ച്വലി ഓർമ്മയില്ല കേട്ടോ. എനിക്ക് പറഞ്ഞു തന്നിരുന്നു ഇല്ലാന്നാണ് എനിക്ക് തോന്നണേ. കാരണം അന്ന് എനിക്ക് കോള് വന്നപ്പോ എന്നോട് പറഞ്ഞത് ഭദ്ര ട്രാവൽ ചെയ്യണം, ഇങ്ങനെ വിജയ് സേതുപതി തൃഷ അവരുടെ പടമാണെന്ന് മാത്രമേ വന്നത്. അതിന്റെ എക്സൈറ്റ്മെന്റിൽ ഞാൻ കയറി പാടിയതാണോ. കഥയൊന്നും എനിക്ക് ഓർമ്മയില്ല. ഇല്ല, ആക്ച്വലി കഥ ഇല്ല. കാരണം ഞാൻ സിനിമ കണ്ടപ്പോഴാണ് ഞാൻ കഥ ഇതാണെന്ന് അറിയണം. അപ്പൊ എന്തായാലും ഇല്ല, പറഞ്ഞു തന്നിട്ടില്ല. അയ്യോ, അത് ആ സിനിമയുടെ ഒരു ടേണിംഗ് പോയിന്റിലായി പാട്ടും വരുന്നത്. വിജയ് സേതുപതി രണ്ട് പടത്തിൽ പാടി. സെക്കൻഡും വിജയ് സേതുപതിയുടെ പടമായിരുന്നു, തമിഴ്. അത് ജിബ്രാൻ എന്ന് പറഞ്ഞ മ്യൂസിക് ഡയറക്ടർ, വൈരമുത്തു സാർ എഴുതിയ വരികൾ. കട്ടി തമിഴായിരുന്നു. ആ പാട്ട് കൊറോണ സമയത്താ പാടിയത്. അപ്പം അന്ന് ട്രാവൽ ചെയ്യാൻ പറ്റില്ല, ചെന്നൈക്ക് പോകാൻ പറ്റാത്ത കാരണം ഇവിടെ
രഞ്ജിത്തേട്ടൻ നമ്മുടെ ഫ്രണ്ട് രഞ്ജിത്തേട്ടൻ്റെ സ്റ്റുഡിയോയിലാണ് പാടിയത്. അപ്പോൾ അവര് വോയിസ് വാട്സാപ്പിലാണ് വന്ന് വാട്സാപ്പ് വീഡിയോ കോളിൽ വന്നിട്ട് പറഞ്ഞു തരുക ചെയ്ത തമിഴ് പ്രൊണൗൺസിയേഷൻ. അതിനെ ഞാൻ 5 മണിക്കൂർ എടുത്തു പാടാൻ. കാരണം നമ്മൾക്ക് അടുത്ത ആളില്ല, നമ്മൾ എന്താ പാടണെന്ന് അവർക്കും വ്യക്തമാവണില്ല, അവര് പറഞ്ഞത് നമുക്കും വ്യക്തമാവണില്ല. അപ്പൊ അതുകൊണ്ട് ഒരു 5 hours എടുത്തു ആ പാട്ട് പാടാൻ. പഠിക്കാനല്ല, മ്യൂസിക്കലി കറക്റ്റ് ആയിരുന്നു, പ്രൊനൗൺസിയേഷൻ പ്രത്യേകിച്ച് വൈരമുത്ത് സാറിന്റെ ലിറിക്സ് ആയതുകൊണ്ട് കുറച്ച് അങ്ങനത്തെ ഭയങ്കര ഹൈയും ആയിരുന്നു. പിന്നെ ഒരു ഒപ്പാരി കരഞ്ഞു പാടുന്ന പാട്ടാ. അപ്പോ അതിന്റെ ഒരു എഫേർട്ട് നമ്മൾ മ്യൂസിക്കലി ഇട്ടാലും ആ വേർഡ്സിന്റെ ഭംഗി വരാത്തപ്പോ പാട്ടിന്റെ ഭംഗി കുറയില്ലേ. അപ്പൊ അതുകൊണ്ട് കുറച്ച് സമയം എടുത്തു ആ പാട്ട് പാടാൻ. വോയിസിൽ നല്ല സ്ട്രെയിൻ ആയിട്ടുണ്ടാവും ഇത്രയും 5 മണിക്കൂറൊക്കെ ഇരുന്ന് പാടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇല്ല, എങ്ങനെയെങ്കിലും പാടണം എന്നുള്ളത്. പിന്നെ ഇപ്പൊ ഹിന്ദുസ്ഥാനി പഠിച്ചതിന് കുറച്ച് ഗുണമൊക്കെ ഉണ്ട്. അത് ഇതിൽ ഗുണം ചെയ്യൂല്ലേ. 5 മണിക്കൂർ പാടിയാലും വോയിസ് ഒക്കെ അങ്ങനെ നിൽക്കും ചിലപ്പോ. കാരണം എനിക്ക് ക്ലാസ് രാവിലെ 10 മണിക്ക് തുടങ്ങിയ ഞങ്ങൾ ഉച്ചയ്ക്ക് ഉണ്ണാൻ 2 മണിക്ക് 3 മണിക്കൊക്കെ അവിടെ നിന്ന് എണീക്കണേ. അതുവരെ പാടിക്കൊണ്ടിരിക്കും. അങ്ങനെയാണ് ഞങ്ങളുടെ സാർ ക്ലാസ് എടുക്കുക. അപ്പൊ ഇത് നമുക്ക് ശീലാണ്. 5 മണിക്കൂറൊക്കെ തിന്ന് പാടിയാലും കൂളായിട്ട് പാടും. വളരെ കൂൾ. എന്ന് വെച്ചാൽ ഇനി ആരും അങ്ങനെ പഠിക്കാൻ നോക്കണ്ട. അതെ, ജസ്റ്റ് പറഞ്ഞേ ഉള്ളൂ. അതെ. ഈ ഹൃദയത്തിലോട്ട് എപ്പോഴാ വന്നത്? ഒരു കോള് എങ്ങനെയാ വന്നത്? ഹൃദയത്തില് ഹിഷാം ഒരിക്കൽ എൻ്റെ ഗുരുവിന്റെ അടുത്ത് ഒരു ക്ലാസ്സിന് എന്തോ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അന്ന് ഹിഷാമിനെ എനിക്ക് കണ്ട് പരിചയമുണ്ട്. അപ്പം എവിടെ നിന്ന് നമ്പർ കിട്ടിയ എനിക്കറിയില്ല. എനിക്കൊരു കോള് വന്നു, ഹിഷാം വിളിക്കണേ. ഈ പാട്ട് ഓൾറെഡി ഹിറ്റ് ആയല്ലോ 96. അത് കഴിഞ്ഞിട്ടാണ്. അതെ. അപ്പം ഇങ്ങനെ എനിക്കൊരു വോയിസ് നോക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു പാട്ടുണ്ട്, അപ്പം ഹൃദയം പടത്തിലാണ്. അന്ന് ഹൃദയം വിനീതേട്ടന്റെ പടം ഇങ്ങനെ ഹിറ്റ് ഇപ്പൊ ഇറങ്ങും നമ്മൾ അനൗൺസ് ചെയ്ത സമയത്തൊക്കെയാണ്. അപ്പം ഓക്കെ വോയിസ് നോക്കാനാ, കൺഫർമേഷൻ പറയണില്ല എന്ന് ആദ്യമേ പറഞ്ഞു. ഓക്കെ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പോയി. ഞാൻ ചെന്ന സമയത്ത് ഞാൻ അന്ന് 5 മാസം പ്രഗ്നന്റ് ആട്ടോ. അപ്പം ഞാൻ എൻ്റെ സെക്കൻഡ് മോളെ, 2ാമത്തെ മോളെ. അപ്പോൾ ഞാൻ പോയ സമയത്ത് വിനീതേട്ടൻ ഉണ്ടായിരുന്നു സ്റ്റുഡിയോയിൽ. അതോടുകൂടി എൻ്റെ ഗ്യാസ് എനിക്ക് ഫുള്ള് ടെൻഷനായി. എന്താ ഞാൻ ചെയ്യും? ഹിഷാം മാത്രമായിരുന്നു എനിക്ക് കുഴപ്പമില്ല, കാരണം ഹിഷാം നീ കണ്ടുവരിച്ചിട്ടുണ്ടല്ലോ ഒരു പ്രാവശ്യമെങ്കിലും. വിനീതേട്ടൻ എനിക്ക് ഫുൾ പേടിയായി. എന്താ ചെയ്യേണ്ടതായി. പിന്നെ വിനീതേട്ടൻ ഭയങ്കര കൂള്. കുഴപ്പമൊന്നുമില്ല, സൂപ്പർ പാടും. പിന്നെ ഞാൻ പ്രഗ്നന്റ് ആകുമ്പോൾ ഭയങ്കര പാമ്പറിങ്ങും. പാടിക്കോ, ധൈര്യമായിട്ട് പാടിക്കോ. അതുകൊണ്ട് ഞാൻ കേറി. അപ്പൊ അതിനകത്ത് മറ്റേ അവസാനം സ്വരം വരുന്നുണ്ടല്ലോ, അത് ഞാൻ പാടിയതാ. അപ്പൊ അവിടെ സ്വരം വേണമെന്ന് പറഞ്ഞപ്പോ ഞാൻ പൾട്ടാ പാടി. അപ്പം വിനീതേട്ടന്റെ ഒരു ആക്ഷൻ ആണ് യെസ്. അത് ഞാൻ കണ്ടപ്പോ തീരുമാനിച്ചേ ഈ പാട്ട് കൺഫേം ആയി. അതെ. പക്ഷെ എങ്ങനെ ഈ പാട്ട് പാടി വെച്ചിരുന്നേന്ന് പടം ഓഡിയോ ലോഞ്ചിന്റെ സമയത്ത് പാട്ട് കേട്ടപ്പോഴാണ് ഞാൻ അറിഞ്ഞത്. കാരണം എന്താ വെച്ചാൽ ഈ പാട്ട് നമ്മുടെ AR റഹ്മാനൊക്കെ ഇങ്ങനെയാ റെക്കോർഡ് ചെയ്യണമെന്ന് കേട്ടിട്ടുണ്ട്. അതായത് ഒരു സ്ഥലത്ത് പാടും, പിന്നെ ഇവിടെ പാടിക്കും, പിന്നെ അവിടെ പാടിക്കും. ബാക്ക്ഗ്രൗണ്ട് എന്താണ് ഒരു ഐഡിയ ഇല്ല, ജസ്റ്റ് പാടാൻ പറഞ്ഞു, പാടി. പല പോർഷൻസ് പല രീതിയിലാണ് പാടി. പല സോങ്സ് അല്ല, ആ സോങ്ങിന്റെ പല ലൈനുകൾ പല സമയത്തായിട്ട് പാടി. പിന്നെ ഇതൊക്കെ എങ്ങനെയൊക്കെ കൂട്ടി യോജിപ്പിച്ച ഒരു പാട്ടായി. അപ്പൊ എനിക്കിത് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല ഈ പാട്ട് എങ്ങനെയാ വരാൻ പോണേ, ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് എന്താന്നോ സ്റ്റോറി എന്താന്നോ ഒന്നും അറിയില്ല. അപ്പം 2 വർഷം കാത്തിരുന്നിട്ട് എന്തോ അല്ലേ പാട്ട് ഇറങ്ങിയത്. അപ്പൊ ഓഡിയോ ലോഞ്ചിന്റെ സമയത്താണ് ഈ പാട്ട് ഇങ്ങനെയാണ്. അത് ഇപ്പോഴും ആ പാട്ട് കുറേ ട്രാവൽ ചെയ്യുന്ന ആൾക്കാർ ഇപ്പോഴും എന്താ പറയാ ഇടണ കാണുമ്പോഴല്ലോ എപ്പോഴും പോണ ഒരു പാട്ടാണ്. ട്രാവലിംഗ് സോങ് ആണല്ലോ അത്. അതെ, കുറേ പേര് ഇപ്പോഴും ടാഗ് ചെയ്യുമ്പോൾ ഒരു ഭയങ്കര സന്തോഷം. അതേത് സോങ് ആന്ന് ചിലപ്പോ അറിയാത്തവർക്ക് വേണ്ടൊരു എന്റെ വരി തന്നെ തുടങ്ങാം. അതാണ് എപ്പോഴും റീലിൽ തുടങ്ങുക. മലർച്ചെണ്ടിലോരോ മുട്ടും ഓരോ സ്വപ്നം, അവയിൽ കാണാറാകും നീതോരോ മോഹം, ഓരോ വർണ്ണം. ആരാരോ പാടുവതാണി നീഹാരാർദ്രരാഗം. അറിയാമോ പിറാക്കളെ ഇങ്ങിനിയൻ ജീവിതം, പുതിയൊരു ലോകം.
ഇളം തെന്നൽ മൂളുന്ന ഗാനം, ഇളവേൽ പോലുള്ള സ്നേഹം, കിനാക്കൾ കടം തന്ന ലോകം. അപ്പോഴേക്കും ഈ ഒരു എന്താ പറയാ വോയിസ് രജിസ്റ്റർ ആയി കഴിഞ്ഞു. സ്വന്തമായിട്ട് ഒരു ഐഡന്റിറ്റി അപ്പോഴേക്കും വന്നു തുടങ്ങി. അത് ഭയങ്കര ഒരു നമുക്ക് പ്രൗഡ് മൊമെന്റ്. പിന്നെ എന്നെ പാടാൻ വിളിച്ചവരൊക്കെ ബേസ്ഡ് ഓണിന് വേണ്ടിട്ട് എന്നെ വിളിച്ചിട്ടുള്ളത്. അത് ശരിക്കും പറഞ്ഞൊരു സന്തോഷാട്ടോ. കാരണം ഏത് രാസയ്യോ മ്യൂസിക് മോജോയിൽ പറഞ്ഞ പോലെ ഏത് രാസയ്യോ അല്ലെങ്കിൽ പുതിയൊരു ലോകം ബേസ്ഡ് ഓൺ അതിനു വേണ്ടിട്ട് തന്നെ എപ്പോഴും വിളിക്കാറ് ആൾക്കാർ. ഇപ്പൊ എന്നെ ഹൈ പാടാൻ ആരും വിളിക്കാറില്ല. എന്റെ ബേസ് കേൾക്കാൻ എന്തോ ഒരു ഭയങ്കര സുഖമാണെല്ലാരും പറയാം. അതേ പറഞ്ഞ പ്രാവശ്യം കേട്ട് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും വീണ്ടും കേൾക്കണം തോന്നുന്ന ഒരു വോയിസ് ടോണാണ്, ടെക്സ്ചർ അങ്ങനെയാണ്. ആ രാസയ്യോ പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പാട്ടാണ്. രാസയ്യോ എങ്ങനെയാ ഹിറ്റാ, എന്റെ ജീവിതം മാറ്റിമറിച്ച ഒരു പാട്ടാണ് രാസയ്യോ. ചിന്തിക്കാൻ പോലും പറ്റണില്ല എനിക്ക്. കാരണം അതിന്റെ ഫുൾ ക്രെഡിറ്റ് എൻ്റെ ബാൻഡ് മെമ്പേഴ്സിനാട്ടോ. കാരണം നമ്മൾ മ്യൂസിക് മോജോ ഫസ്റ്റ് സീസൺ ചെയ്യണ സമയത്ത് എൻ്റെ അടുത്ത് പറഞ്ഞു, ഭദ്ര കുറെ പാട്ടുകൾ പറ സെലക്ട് ചെയ്യാൻ വേണ്ടിട്ട്. ഇങ്ങനെ പറയാം ഫ്രണ്ട്സ് ആകുമ്പോൾ പിന്നെ കുറെ പാട്ടുകൾ പറഞ്ഞ് സെലക്ട് ചെയ്യാൻ പറഞ്ഞു. അപ്പം നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഇവര് ഏതൊക്കെയോ പാട്ടൊക്കെ പറഞ്ഞു. അപ്പം ഈ പാട്ട് ആക്ച്വലി എൻ്റെ മനസ്സിലുണ്ടായിരുന്നില്ല. അപ്പം ഞാനന്ന് വീട്ടിൽ പോയപ്പോൾ അച്ഛൻ ഇങ്ങനെ എൻ്റെ അടുത്ത് പറഞ്ഞു, നമ്മൾ വീട്ടിൽ മ്യൂസിക്കാണ് ഫുൾ ഡിസ്കഷൻ. അച്ഛൻ എൻ്റെ അടുത്ത് പറഞ്ഞു, നീ കോളേജിൽ പാടിയ പാട്ടില്ലേ, കോളേജിൽ നിനക്ക് റാഗിങ്ങിന് വേണ്ടിയ പാട്ട് നല്ല പാട്ടാണല്ലോ, അത് പാടിക്കൂടെ വെച്ച്. അച്ഛനാണ് ഫുൾ ക്രെഡിറ്റ് ഈ പാട്ട് സെലക്ട് ചെയ്തതിന്. പിന്നെ എന്റെ ബാൻഡ് എന്റെ അച്ഛൻ അങ്ങനത്തെ കുറെ പാട്ടുകളൊക്കെ ഓർത്ത് വെച്ചിട്ടുണ്ടോ. മേ ബി ഞാൻ പാട്ട് നന്നാവണ പാട്ടുകളായിരിക്കും ഓർമ്മ വെക്കണേ. അതൊന്നും പറയില്ല, പക്ഷെ നല്ലതൊന്നും പറയില്ലല്ലോ പാരന്റ്സ്. എന്റെ അച്ഛനമ്മ അങ്ങനെ പറയുവേ ഇല്ല. കൂടുതൽ നന്നാക്കാൻ വേണ്ടിട്ടല്ല. ഇപ്പോഴും എന്റെ അമ്മ പറയില്ല. ഇപ്പോഴും ഞാൻ എന്തെങ്കിലും പാടിക്കഴിഞ്ഞാൽ അവിടെ തിരുത്തായിരുന്നു, ഇവിടെ തിരുത്താൻ ഇത് കറക്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രമേ. അപ്പൊ നമുക്ക് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ അമ്മമാരുടെ അടുത്ത് അധികം ഇരിക്കൂല. അപ്പൊ അച്ഛനാണ് എന്റെ അടുത്ത് പറഞ്ഞത്, അങ്ങനെ പറഞ്ഞില്ലായിരിക്കും നമ്മളത് തിരുത്തില്ല. ഇല്ല, അതാണ്. അപ്പൊ അവർക്കത് അല്ല അങ്ങനെ തിരുത്തിയായിരിക്കും എനിക്ക് കുറച്ചെങ്കിലും പെർഫെക്ഷൻ. അല്ലെങ്കിൽ എന്റെ തോന്നിവാസം പാടും. ചില അച്ഛനമ്മമാര് ചിലപ്പോ ഒരു പാട്ട് പാടിക്കഴിഞ്ഞാൽ തെറ്റുണ്ടെങ്കിലും പറഞ്ഞു കൊടുക്കില്ല. തട്ടിപ്പൊളിയായിട്ട് പാടിയെന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ അത് ആക്ച്വലി ഈ പാരന്റിങ്ങിന്റെ കാര്യം, ഇപ്പോഴത്തെ പാരന്റിങ്ങിന്റെ ഒരു അന്നത്തെ പാരന്റിങ്ങിന്റെ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് കുറച്ചൊക്കെ ഭയങ്കര പാമ്പേർഡ് ആണ് കുട്ടികൾക്ക്. അതുകൊണ്ട് ഇപ്പൊ നോ എന്ന് പറയണത് തന്നെ കേൾക്കാൻ ഭയങ്കര വിഷമാണ്. എന്തുകൊണ്ട് വൈ നോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഉത്തരമില്ല. എല്ലാം കൊടുത്തിട്ടും എല്ലാം കണ്ടിട്ടും അവർക്ക് എന്താ പറയാ കറക്റ്റ് ആയിട്ടുള്ള എന്താ പറയാ അതിന് ഒരു വാക്ക് അല്ലെ, ഇമോഷണലി അവര് ഭയങ്കര ഡൗൺ ആണ്. ഒന്നും ഒരു എന്താ പറയാ എല്ലാം സെക്കൻഡ് പ്ലേസിലോട്ട് പോയി കഴിഞ്ഞാൽ ഭയങ്കര സങ്കടം എന്ന് പറഞ്ഞാൽ കിട്ടിയിട്ട്. അതെ. അപ്പം എന്റെ അച്ഛൻ എനിക്ക് ഈ പാട്ട് പറഞ്ഞു തന്നു. അപ്പം ഞാനിത് എന്റെ ഫ്രണ്ട്സിന്റെ അടുത്ത് പറഞ്ഞു. അപ്പൊ ഇതിന്റെ ലിറിക്സ് എനിക്ക് ബാക്കി അറിയില്ല. അപ്പൊ മടിച്ചി ആയതുകൊണ്ട് ഞാൻ പറഞ്ഞത് വേണ്ട പാടണ്ട, എനിക്കിഷ്ടല്ലേ പാട്ട്. ലിറിക്സ് അപ്പൊ കണ്ടുപിടിക്കാൻ പറ്റാത്തിട്ട്. അപ്പൊ എന്റെ അടുത്ത് പറ്റില്ല ഭദ്ര, എങ്ങനെ ലിറിക്സ് കണ്ടുപിടിച്ചിട്ട് നീ നാളെ ഇങ്ങോട്ട് വന്നാ മതി. എന്നിട്ട് എന്റെ കോളേജിലെ ഏതോ ഒരു സീനിയർ ചേട്ടന് ഞാൻ മെസ്സേജ് അയച്ചു, ചേട്ടാ ഇതിന്റെ ലിറിക്സ് എവിടെന്നെങ്കിലും തപ്പിയെടുത്ത് തരുമോ. പിന്നെ ആ ചേട്ടൻ എനിക്ക് ലിറിക്സ് തപ്പിയെടുത്ത് വന്നു. ഞാൻ ഇവിടെ വന്ന് അപ്പോഴും ഞാൻ പറഞ്ഞ വേണ്ട, ഇത് റിജക്ട് ചെയ്ത് പാട്ട്. പക്ഷെ അവരുടെ നിർബന്ധത്തിന് ഞാൻ ആ പാട്ട് പാടി. അവര് പ്രോഗ്രാം ചെയ്ത് പ്രൊഡക്ഷൻ ഫുൾ കഴിഞ്ഞപ്പോ ഞാൻ പറഞ്ഞു ഇത് ഇപ്പൊ അടിപൊളിയായിട്ട്. അത് കഴിഞ്ഞ് മ്യൂസിക് മോജോ അപ്പോഴും നമുക്കാണല്ലോ സാറ്റിസ്ഫാക്ഷൻ, ഇത് ഹിറ്റ് ആവില്ലയോന്നൊന്നും അറിയില്ലല്ലോ. അപ്പൊ മ്യൂസിക് മോജോയുടെ സമയത്ത് ഈ പാട്ട് ഇറങ്ങി കഴിഞ്ഞപ്പം നമ്മുടെ മ്യൂസിക് മോജോയുടെ ബാക്കില് ക്രൂ ഉണ്ടാവില്ല, അതിനകത്ത് കുറെ പേര് എനിക്ക് മെസ്സേജ് അയച്ചു, ഈ പാട്ട് പൊളിയാണ്, ഈ പാട്ട് ഹിറ്റ് ആവും പറഞ്ഞാൽ. അവർക്ക് ഇത്രയും സീസൺസ് ചെയ്ത പാട്ടുകൾ ഹിറ്റായും എക്സ്പീരിയൻസ്. അപ്പൊ എൻ്റെ അടുക്ക് മനസ്സിലായി ഇത് ഹിറ്റാവും. അത് കഴിഞ്ഞിട്ട് പിന്നെ 2018 ആ പാട്ട് ഇറങ്ങി. പക്ഷെ കൊറോണ വേണ്ടി വന്നു പാട്ടും ഭയങ്കര വൈറൽ ഹിറ്റാവാൻ. അതും ഞങ്ങളല്ല ഹിറ്റാക്കിയത്. ആ ആൾക്ക് ഞാൻ നന്ദി പറയുന്നു. ഒരാള് ഈ രാസയ്യോ എടുത്ത് റീമിക്സ് ചെയ്ത് അത് ഹിറ്റായി. ആ ഹിറ്റായിട്ടാണ് പിന്നെ രാസയ്യോ ഒറിജിനൽ അന്വേഷിച്ച ആൾക്കാർ മ്യൂസിക് മോജോ പോയി കേട്ടത്. അപ്പൊ അദ്ദേഹത്തിനാണ് എല്ലാവർക്കും, ഇവരെല്ലാവരുടെയും ടീം വർക്കാണ് പാട്ട് ഹിറ്റ്. അത് ചില കവർ സോങ്സ് അങ്ങനെയാണല്ലോ, ഇത് കേട്ടിട്ട് ഒറിജിനൽ തപ്പി പോണ ആൾക്കാരുണ്ടല്ലോ. അതേപോലെ
ഇതൊരു ഒരുപാട് സ്റ്റേജസിലും ഇത് പാടിയിട്ടുണ്ടോ അല്ലേ? ഫ്യൂഷൻ ഒക്കെ പോലെ ആയിട്ടും രാസയ്യും പാടിയിട്ടുണ്ട്. അതൊരു 2 വരി ത്രോട്ടോ ഒക്കെ ആണെങ്കിൽ അത് കുറച്ച് ഇല്ല. രാസയ്യോ രാജ രാസയ്യാരോ രാജകുമാരക രാസയ്യോ രാജ രാസയ്യാരോ രാജകുമാരക രാസയ്യോ രാജ രാസയ്യാരോ രാജകുമാരക രാസയ്യോ രാജ രാസയ്യാരോ രാജകുമാരക ಇಲ್ಲಿ ಮುಳ್ಳೋ ನಾರಗ ಮುಳ್ಳೋ ಶೇಷಂ ವಾಗ ಮಮ ನಾರಗ ತೊವ್ವೊ ಇಲ್ಲಿ ಮುಳ್ಳೋ ನಾರಗ ಮುಳ್ಳೋ ಶೇಷಂ ವಾಗ ಮಮ ನಾರಗ ತೊವ್ವೊ ರಾಸಯ್ಯಯ್ಯೋ ರಾಜ ರಾಸಯ್ಯಾರೋ ರಾಜಕುಮಾರಗ ರಾಸಯ್ಯಯ್ಯೋ ರಾಜ ರಾಸಯ್ಯಾರೋ ರಾಜകുമാരക വരിക ദരിക പൊരുവതിനായി വളരെ നാൾ പേശി അരുളിയമ്മതാൻ വരവളം കൊണ്ടോ മതിച്ച നിന്നൂടെ വംശമൊക്കവേ മുടിപ്പനിന്നു ഞാൻ. ഭയങ്കര ഒരു ഡാൻസ് കളിക്കാൻ തോന്നണ ഒരു പാട്ട് പോലത്തെ ഒരു പാട്ടാണ്. ഫോക്ക് എലിമെന്റ് അതെ, ഫോക്കിഷ്, അതെ ഫോക്ക് എലിമെന്റ് കൂടുതലായിട്ടുള്ള പാട്ടാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. എനിക്ക് എപ്പോഴും റെഫറൻസ് വരിക രാസയ്യ പോലെ പാടണം, രാസയ്യ. പക്ഷെ ഞാനൊരു ഫോക്ക് സിംഗർ അല്ല, പക്ഷെ ആർക്കും അറിയില്ല. ഞാനൊരു ഫോക്ക് സിംഗർ ആയിട്ട് കുറെ പേര് രജിസ്റ്റർ ചെയ്ത് വെച്ചേക്കണേ. അത് ഈ ടോൺ ടെക്സ്ചർ അല്ലെങ്കിൽ ഒരുപാട് പാട്ടിലേക്ക് കൊണ്ടുപോകുന്ന ഒരു വോയിസ് ആണ്. അത് ഭയങ്കര ബ്ലെസ്ഡ് ആണ് സത്യം പറഞ്ഞ. എല്ലാ പാട്ടും ഓക്കെയാണ്. അതെ, മെലഡി മാത്രം കുറച്ച്. പക്ഷെ മെലഡി എന്താ വെച്ചാൽ നമ്മള് മെലഡി കൂടുതൽ എല്ലാവരും കമ്പോസ് ചെയ്യുക ഹൈ പിച്ചിലായിരിക്കും. എനിക്ക് ലോ പിച്ചിൽ മെലഡി ഒന്നും ഞാൻ പാടാൻ. അതെ, ഒരു ട്രൈ ചെയ്തു. വെള്ളത്തിന് നല്ലൊരു പാട്ടാ പാടിക്കുന്നത്. വെള്ളത്തിലും ബിജുപാൽ സാറിന്റെ കമ്പോസിംഗിൽ ബിജുപാൽ സാർ ആദ്യമായിട്ട് പാടിച്ചത്. ആക്ച്വലി രാസയ്യോ ഷെയർ ചെയ്ത വൺ ഓഫ് ദി ഫസ്റ്റ് ആൾക്കാരിൽ ഒരാള് ബിജുപാൽ സാറാണ്. സാറിന് അത് ഇഷ്ടപ്പെട്ടു എന്ന് അറിഞ്ഞപ്പോൾ തന്നെയും ഞാൻ, കാരണം അത്ര ആരാധിക്കുന്ന ഒരാള് അത് സാറ് ഷെയർ ചെയ്തപ്പോൾ തന്നെയും ഭയങ്കര സന്തോഷമായി. അപ്പം സാറ് പാടാൻ വിളിക്കുകയും കൂടി ചെയ്ത് കഴിഞ്ഞപ്പം അതിലേറെ സന്തോഷം. അപ്പോൾ അങ്ങനെയാണ് വെള്ളത്തില് ആ സമയത്ത്, കൊറോണ സമയത്ത് ഫസ്റ്റ് ഇറങ്ങിയ പാടല്ലേ വെള്ളം. അപ്പം അങ്ങനെ പാടിയത് വെള്ളം. ആ സമയത്ത് ഞാൻ എൻ്റെ ഇളയ പുത്രിയെ ഡെലിവറി കഴിഞ്ഞ് 1 മാസം ഞാൻ എന്നിട്ട് വീട്ടിലാക്കിയിട്ട് പോരാട്ടു വീടിന്റെ അമ്മയെ ഏൽപ്പിച്ചിട്ട് ഞാൻ പോയതാ. 1 മാസം 2 മാസം അങ്ങനെ എന്തോ ആയിട്ടേ ഉള്ളൂ. ഈ മക്കള് വന്നതിന്റെ ശേഷം ഈ പാട്ട് പാടുമ്പോ ഒരു വേറെ ഡിഫറെന്റ് ഫീൽ ആയിരിക്കുമല്ലോ അല്ലെ? അങ്ങനെ അതിന് മുന്നേ നമ്മൾ കാണുന്ന പോലെയല്ല ഫീലിങ്ങിന് കൊടുക്കണത്. കുറേയൊക്കെ മാറിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കാരണം എന്താ വെച്ചാൽ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. അതായത് എം ജയചന്ദ്രൻ സാറ് എന്നെ ആദ്യമായിട്ട് ഒരു പാട്ട് പാടാൻ വിളിച്ചു. പക്ഷെ അത് പിന്നീട് അത് വർക്കായില്ല. കാരണം എനിക്ക് പാടാൻ ഫീൽ വരുന്നില്ല പറഞ്ഞു. ഏത് പാട്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഞെട്ടും. ലാലി 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 ആ പാട്ട് തന്നെ. എനിക്ക് ഫീല് വരണില്ല. അന്ന് എനിക്ക് കുട്ടി ഉണ്ടായിട്ടില്ല. പക്ഷെ ഇപ്പൊ എന്നോട് പാടാൻ പറഞ്ഞു. ഞാൻ കുറച്ചൊരു ബെറ്റർ ആയിട്ട് പാടും. ഈ പറഞ്ഞ മാതിരി നമ്മുടെ സിറ്റുവേഷൻസ് മാറുമ്പോ കൊറേയൊക്കെ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റിയ സിറ്റുവേഷൻസ് വരുമ്പോ നമ്മള് ചേഞ്ച് ആവും. അങ്ങനെ കൊറേ മാറിയിട്ടുണ്ട്. പാട്ടില് പേഷ്യൻസിലും. തെലുങ്ക് പാട്ട് നമുക്ക് തമിഴ് മലയാളം കുറച്ച് വിട്ടിട്ട് തമിഴ് തെലുങ്കിലോട്ടൊക്കെ പോവാം. തെലുങ്ക് ഒരു പാട്ട് പാടുന്ന സമയത്താണ് സൗണ്ട് ഇല്ലാന്ന് ഞാൻ ഏതോ ഒരു ഫസ്റ്റ് പാട്ട് പാടാം തെലുങ്കുല് ഇത് രാസയ്യോ ആയിരുന്നു റെഫറൻസ് അവരുടെ. അവര് എവിടെന്നോ യൂട്യൂബ് നോക്കി തപ്പി കണ്ടുപിടിച്ചതാ എന്റെ പാട്ട് രാസയ്യോ. എന്നിട്ട് എന്റെ വോക്കൽ ടോൺ വേണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പാടാൻ വിളിച്ചതാ. ഞാൻ ഹൈദരാബാദ് പോയി അപ്പോഴൊന്നും ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. പിറ്റേ ദിവസം രാവിലെ എണീറ്റപ്പോ ശബ്ദം ഇല്ല. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കും. ഞാൻ പിന്നെ എങ്ങനെ നമ്മള് പറയും, അയ്യോ എനിക്ക് ശബ്ദമില്ല, ഞാൻ പാടണില്ല എന്നും പറയാൻ പറ്റില്ല. ഫ്ലൈറ്റ് ടിക്കറ്റും എടുത്തു തന്നു, വരുകയും ചെയ്തു, താമസിക്കാൻ സൗകര്യം തന്നു, എന്തപ്പം ഞാൻ ചെയ്യേണ്ടതെന്നായി. പിന്നെ ഞാൻ എങ്ങനെയൊക്കെയോ പാടി. പക്ഷെ അന്ന് ആ പാട്ട് പാടിച്ചതിന്റെ ഫുൾ ക്രെഡിറ്റ് ആ മ്യൂസിക് ഡയറക്ടറിനാണ്. പാട്ടിറങ്ങി അത്. പക്ഷെ അതാ പറഞ്ഞ അത് പുള്ളിയുടെ ഒരു ക്രെഡിറ്റ് ആണ്. അത് എന്നെ കൊണ്ട് പാടിച്ചെടുത്തു എന്നുള്ളത്. അത് പാട്ടാക്കിച്ചെടുത്തു. അതെങ്ങനെ ചെയ്തെടുത്തു? കൊറേ ലേയേഴ്സ് പാടിച്ചു. അങ്ങനെ ലേയേഴ്സിൽ തന്നെ പുള്ളി കുറെ എക്സ്പെരിമെന്റ് ചെയ്തപ്പം അങ്ങനെ വർക്കായത് ആ പാട്ട്.
അത് ബ്രോ ചേവാ രവറുറ എന്ന് പറഞ്ഞ പടത്തിലെ പാട്ടാണ്. സാഗർ, വിവേക് സാഗർ എന്ന് പറഞ്ഞ മ്യൂസിക് ഡയറക്ടർ. പുള്ളി തെലുഗുവിൽ ഭയങ്കര ഹിറ്റ് മ്യൂസിക് ഡയറക്ടറാണ്. തെലുഗു ഒരു ന്യൂ ലാംഗ്വേജ് അല്ലായിരുന്നു ആ സമയത്ത്. അതെ. എനിക്കെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ചേച്ചി NIT-ലാണ് പഠിച്ചത്. അപ്പം ചേച്ചിക്ക് കുറേ ഇങ്ങനത്തെ പല ലാംഗ്വേജസ് കുറേ ആൾക്കാരുണ്ട്. അപ്പൊ എന്താന്ന് വെച്ചാൽ ചേച്ചി ഇടയ്ക്ക് ഓരോ പടങ്ങളും പാട്ടുകളും ഒക്കെ ആയിട്ട് ഇങ്ങനെ കൊണ്ടുതരും. അപ്പൊ കുറെയൊക്കെ നമുക്ക് അങ്ങനെ ഇൻട്രൊഡക്ഷൻ കിട്ടിയിട്ടുണ്ട് ലാംഗ്വേജസിനോട്. അപ്പൊ തെലുഗു പാടിയപ്പോ പിന്നെ നമ്മൾ കർണാട്ടിക് പഠിക്കുമ്പോൾ ഫുൾ തെലുഗു ആണല്ലോ പഠിക്കുന്നത്. തെലുഗു കുറെ കൃതികളൊക്കെ ഉണ്ടാവും. അപ്പം പിന്നെ എനിക്കൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു നമ്മുടെ വീടിന്റെ അടുത്ത്. അവര് തെലുഗു ആണ്, പ്രോപ്പർ തെലുഗു ആണ്. അപ്പം അവരും നമ്മൾ പാടുന്ന സമയത്ത് കറക്റ്റ് ചെയ്ത് തരുമായിരുന്നു പണ്ട് നമ്മൾ കുഞ്ഞായിരുന്നു. അപ്പം കർണാട്ടിക്കിന്റെ ഇതൊക്കെ പാടുന്ന സമയത്ത് പിന്നെ അവർ പറഞ്ഞു തരും ഇതാണ് ഇതിന്റെ അർത്ഥം എന്നൊക്കെ പറഞ്ഞ. അന്ന് ഇതൊക്കെ ഇൻട്രൊഡക്ഷൻ ആണ് ആ ലാംഗ്വേജിലേക്കുള്ള. ബാൽക്കണിയിൽ നിന്നപ്പോ ഇങ്ങനെ തോന്നി, ഇങ്ങനെ ചന്ദ്രനും ഭൂമിയും നമ്മളിങ്ങനെ സംസാരിക്കുക, എന്തായിരിക്കാം സംസാരിച്ചത്, ആ ഒരു തോട്ടിൽ നിന്ന് ഉണ്ടായതാണിത്. ഭയങ്കര പൊങ്ങച്ചായിട്ട് പറയണല്ലെന്ന് എനിക്ക് എന്നെ എക്സ്പ്ലോർ ചെയ്യണത് തന്നെ ഞാൻ പറഞ്ഞത്. എനിക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു. എനിക്കിതൊക്കെ സംഭവിക്കേണ്ടെന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഞാൻ ഇപ്പോഴും അത് ചേഞ്ച് ചെയ്തിട്ടില്ല. അത് തന്നെയാണ് സെക്കൻഡ് സ്റ്റാൻസ. അനുരാഗ് വായിച്ച ഏകദേശം അതേ സ്ട്രക്ചറിൽ പുള്ളി ഒരു രക്ഷയില്ലാണ്ട് വായിച്ചു. അത് എല്ലാം ഇങ്ങനെ നമ്മുടെ ആഗ്രഹം പോലെ എല്ലാം ഇങ്ങനെ യൂണിവേഴ്സ് ഇങ്ങനെ എല്ലാത്തിനും നിൽക്കുമെന്ന് അറിയില്ല. ആരെല്ലാം ഇങ്ങനെ തനിയെ വന്ന് വീണതല്ല. അങ്ങനെ എല്ലാം കൂടി ചേർന്ന് അതൊരു എനിക്ക് ഭയങ്കര പേഴ്സണൽ സാറ്റിസ്ഫാക്ഷന് വേണ്ടി മാത്രം ചെയ്തൊരു വർക്കാണ് ഞാൻ. അങ്ങനെ അവസാനം സുദീപ് തന്നെ എൻ്റെ അടുത്തൊരു കഥ പറഞ്ഞു. അപ്പം അത് സിസ്റ്റർഹുഡിനെ പറ്റി തന്നെ അങ്ങനെ വന്നൊരു കഥ. അപ്പൊ എൻ്റെ അടുത്ത് ചോദിച്ചാൽ എന്തുകൊണ്ട് നിനക്ക് തന്നെ അഭിനയിച്ചൂടാ? കാരണം നമ്മുടെ കയ്യിൽ ബഡ്ജറ്റ് അത്രയും കുറവേ ഉള്ളൂ. ഞാൻ തന്നെ വേണം എല്ലാം ഇറക്കാൻ.